ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അങ്ങനെ നമുക്ക് 9th പ്രോബ്ലം വലിയ പ്രോബ്ലം ആണ് കേട്ടോ. എത്ര വലിയ പ്രോബ്ലം ഒന്നും സാധാരണ ചോദിക്കാറില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ ഇത് ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3-4 വലിയ പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് വലിയ പ്രോബ്ലത്തിൽ എന്തുണ്ടായിരിക്കും, എല്ലാ തരം അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. അതാണ് ഒരു വലിയ പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നതിന്റെ ഗുണം. അല്ലാതെ ഇപ്പൊ അതുപോലത്തെ ഒന്നും എക്സാമിന് വന്നിട്ടല്ല. അപ്പൊ നിങ്ങളിപ്പോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും പ്രോബ്ലം പേപ്പർ ഒരുവിധമൊക്കെ സാധാരണയായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ട് ലാസ്റ്റ് ഒരു 3-4 വലിയ പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ പിന്നെ നിങ്ങൾ ആ ഏരിയയിൽ പക്ക ക്ലിയർ ആയി. പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. അത് വിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചോദിക്കില്ല. അപ്പൊ അത് കിട്ടും എന്നുള്ളത് വന്നു ട്ടോ. അപ്പൊ ശരി, നമുക്ക് 9th പ്രോബ്ലം നോക്കാം ട്ടോ. From the following information, prepare a cash flow statement as per AS3 for Banjara Limited using direct method. ഇപ്പൊ ഡയറക്റ്റ് മെത്തേഡിന് അധികം ചോദിക്കുന്നത്. അപ്പൊ 3 ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആക്കാന്നുള്ളത് പെട്ടെന്ന് മനസ്സിൽ വരല്ലോ. അപ്പൊ അസറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ലൈബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഓരോന്നോരോന്നോരോന്ന് വായിച്ചു നോക്കിയ കുട്ടികളെ. തൗസൻഡ്സിലാണ് തന്നിട്ടുള്ളത്. തൗസൻഡ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാട്ടോ. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ, സെയിൽസ്, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം, നെറ്റ് പ്രോഫിറ്റ് ബിഫോറും, പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ കുറെ തന്നിട്ടുണ്ട്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആദ്യം തന്നെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എടുക്കുക. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ റിസീപ്റ്റ്സ്, സപ്ലയേഴ്സിന് കൊടുത്തിട്ടുള്ളത്, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്, ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുള്ളത്, കൊടുത്തതൊക്കെ അങ്ങനെ ബ്രാക്കറ്റിലിട്ടേക്കണം. ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, പിന്നെ ഇൻഷുറൻസ് പ്രൊസീഡ്സ്, പിന്നെ നമുക്ക് നെറ്റ് കാഷ് ഫ്ലോ, പിന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിക്സ്ഡ് അസറ്റ് വാങ്ങിയത്, പ്ലാന്റ് വിറ്റിട്ട് കിട്ടിയത്, ഇൻട്രസ്റ്റ് അതനുസരിച്ച് കിട്ടിയത്, ഡിവിഡൻഡ് കിട്ടിയത്, പിന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിലുള്ളത്, ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയത്, ലോങ് ടേം ബോറോയിങ്സ്, ലോങ് ടേം ബോറോയിങ്സ് റീപേ ചെയ്തത്, ഇൻട്രസ്റ്റ് കൊടുത്തത്, ഡിവിഡൻഡ് കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അനുസരിച്ച് നമുക്ക് ക്യാഷ്. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഇത് ഓരോന്ന് എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് നമ്മൾ റഫായിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളതിൽ വർക്കിംഗ് നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ്, അപ്പൊ അതന്നെ നമ്മൾ അതിൽ ചെയ്ത പോലെ തന്നെ അത് എഴുതുക. ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക, ലെസ് ചെയ്യേണ്ടത് ലെസ് ചെയ്യുക. അതനുസരിച്ച് അത് കിട്ടും. പിന്നെ സപ്ലയേഴ്സിന് കൊടുത്തിട്ടുള്ള ഇതുപോലെ തന്നെ സെയിൽസിന്റെ കോസ്റ്റ്, അതിന്റെ കൂടെ സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ ബിഗിനിങ്, പിന്നെ ലെസ് ആൻഡ് ക്ലോസിങ്, നമ്മളെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുള്ളത്, റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം, അപ്പൊ അങ്ങനെ എന്നുള്ളത് നോക്കാം ട്ടോ. ഇനി 10ാമത്തെ പ്രോബ്ലം, അതും ഇത്തിരി വലുതാണ്. ഗുഡ് ലക്ക് ലിമിറ്റഡ് has submitted the following condensed balance sheet as on 31st March 2011 10. അതിലത്തെ കാര്യങ്ങൾ ബാലൻസ് ഷീറ്റിൽ 11-10 കാര്യങ്ങളുണ്ട്. ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നോക്കുക. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം ആൻഡ് റീകൺസിലിയേഷൻ ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എടുക്കുക. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വർക്കിംഗ് നോട്ട് അനുസരിച്ചാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് കണ്ടുപിടിക്കേണ്ടത്. കസ്റ്റമേഴ്സിന്റെ നിന്ന് കിട്ടുന്നത്, നമുക്ക് സെയിലിൽ നിന്ന് കിട്ടുന്നത് 15 lakh ആണ്. ഓപ്പണിംഗ് ആയിട്ടുള്ളതും ക്ലോസിംഗ് ആയിട്ടുള്ളതും നമ്മൾ എടുത്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ആഡും ചെയ്യുന്നു, ലെസ്സും ചെയ്യുന്നു. അപ്പൊ അതനുസരിച്ച് നമുക്ക് ആ വർഷത്തെ കിട്ടും. പിന്നെ ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്, ഇതുപോലെ തന്നെ പർച്ചേസസ് എടുക്കുന്നു, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആഡ് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായില്ലേ?
അപ്പം അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കുന്നു. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ബിൽഡിംഗ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ലോൺസ് ഉണ്ട്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഡിവിഡൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെ നോക്കിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ വർക്കിംഗ് നോട്ട് കുറച്ചധികം ഉണ്ട്. ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്, സപ്ലയേഴ്സിന് കൊടുത്തിട്ടുള്ളത്, അത് കുറേ വരുന്നുണ്ട്, വേജസ്, സൺട്രേഡ് എക്സ്പെൻസസ്, അങ്ങനെയൊക്കെ. ഇതൊക്കെയാണ് ഈ 2 പ്രോബ്ലം. ഇത്തിരി വലുതാണ്, പക്ഷെ എളുപ്പമാണ്. അങ്ങനെ കാണുമ്പോൾ വലിയതാന്ന് തോന്നുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ശരിക്കും പറയാച്ച ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. അത് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡിലും ഉണ്ട് അല്ലേ? ഓ, ഒരു മെത്തേഡും കൂടി ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട് കേട്ടോ മക്കളെ. അപ്പൊ ഇൻഡയറക്റ്റ് മെത്തേഡിന്റെ ചെയ്തിട്ടില്ല ടീച്ചർ. ഡയറക്റ്റ് മെത്തേഡിന്റെ മാത്രം അതിലേക്ക് ആക്കിയിട്ടുള്ളൂ. ടീച്ചർ മറന്നു അത് ചെയ്യാനായിട്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം, അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇടാം കേട്ടോ, ഇൻഡയറക്റ്റ് മെത്തേഡിന്റെ. അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി കേട്ടോ. രണ്ടും പഠിച്ചു വെക്കുന്ന നല്ലതാ. ഒരു പ്രോബ്ലം തന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റ് അറിഞ്ഞാൽ അതിന്റെ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. അപ്പൊ ശരി, അത് ഞാൻ വേറെ ഫോട്ടോ ഇട്ടിട്ട് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.